സ്വാമിയേ ശരണമയ്യപ്പോ ശരണമയ്യപ്പ ശരണമയ്യപ്പ. വേദിയിലും സദസ്സിലും സന്നിധരായിരിക്കുന്ന ബഹുമാന്യരെ, സന്യാസി ശ്രേഷ്ഠന്മാരെ, വിവിധ ഹൈന്ദവ സന്നദ്ധ പ്രവർത്തകരെ, സാമുദായിക നേതാക്കന്മാരെ, ഇവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ സ്ഥലപരിമിതി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, ക്ഷമിക്കണം. നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്ത് പന്തളത്തിൻ്റെ ചുരുങ്ങിയ ഒരു പരിതസ്ഥിതിയിൽ നമുക്ക് ലഭിക്കാമായിരുന്ന ഒരു ഹാളാണിത്. നമുക്കറിയാമായിരുന്നു തീർച്ചയായിട്ടും അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ക്ഷണം പോലും കാത്തിരിക്കാതെ ശബരിമലയുടെ സംരക്ഷണം എന്ന വിഷയം കേൾക്കുമ്പോൾ തന്നെ ഉണർന്നെടുന്ന് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന എല്ലാ പരിപാടികളിലും, അത് പ്രക്ഷോഭമായാലും ശരി, നാമജാത്രയായാലും ശരി, എന്തിനായാലും ശരി, എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്ന ഒരു സമൂഹമാണ് അയ്യപ്പ ഭക്തന്മാർ. അതുകൊണ്ട് ദയവായി ഇരിപ്പിടമില്ലാത്തവർ ക്ഷമിക്കണം. എന്തായാലും വളരെ ശക്തമായ രീതിയിൽ ശബരിമല സംരക്ഷണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ തന്നെ ഇത്തരമൊരു വിഷയത്തിൽ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന ഒരു മഹാസംഭവമായിട്ട് ഈ ശബരിമല സംരക്ഷണ സംഗമം മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ വെറുമൊരു പ്രക്ഷോഭത്തിലോ അതല്ലെങ്കിൽ ഒരു സംഗമം കൂടി ഒരു പൊതുസമ്മേളനത്തിലോ മാത്രമല്ല ഇപ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മൾ ഈ വിഷയത്തെ രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതായത് സർക്കാരും ദേവസ്വം ബോർഡുമെല്ലാം വികസനം, അവരുടെ പ്രത്യേക ഒരു ദൃഷ്ടിയിലാണ് വികസനത്തെ കാണുന്നത്. അവർക്കവിടെ വിശ്വാസത്തിന്റെ ലെവലേശം പോലും ഇല്ല. നമ്മൾക്കങ്ങനെയല്ല. ശബരിമലയിൽ പ്രാഥമികമായിട്ട് നമുക്കുള്ളത് വിശ്വാസമാണ്. കല്ലും മുള്ളും ചവിട്ടി ചെല്ലുന്ന അയ്യപ്പനെ സംബന്ധിച്ചോളം വികസനത്തെക്കാൾ അതിപ്രധാനമായ വിഷയം വിശ്വാസം തന്നെയാണ്. അതല്ലാതെ വികസനമല്ല. പക്ഷേ വികസനവും അത്യാവശ്യമാണ്. അത്രത്തോളം ഭക്തജനങ്ങളാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ശബരിമല എത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ പറയുന്ന പോലെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പന്റെ ഖ്യാതി ലോകത്തിൽ എത്തിക്കേണ്ട ബാധ്യതയൊന്നും സർക്കാരിനില്ല. അയ്യപ്പൻ ലോകമെമ്പാടും എന്നറിയപ്പെടുന്നുണ്ട്. നമുക്ക് ഈ സംഗമത്തിന് തന്നെ നമ്മൾ ഒരുമ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ സന്ദേശങ്ങൾ ലോകത്തിന്റെ 110 രാജ്യങ്ങളിൽ നിന്നായിരുന്നു. അത് തന്നെ കാണിക്കുന്നത് എത്ര പടർന്നു കിടക്കുന്നു നമ്മുടെ അയ്യപ്പ ഭക്തന്മാർ. കേരളത്തിന്റെ ജനസംഖ്യയുടെ 10 മടങ്ങാണ് അയ്യപ്പ ഭക്തന്മാർ. അതുകൊണ്ട് ഒരു ക്ഷണം പോലും കാത്തിരിക്കാതെ ഇവിടെ എത്തിയ എല്ലാ അയ്യപ്പന്മാർക്കും, അതുപോലെ ക്ഷണിച്ചെത്തിയ എല്ലാ അയ്യപ്പന്മാർക്കും എല്ലാ പരിമിതികളും നമ്മൾക്ക് അയ്യപ്പന് വേണ്ടി എന്നുള്ള രീതിയിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സെമിനാർ എന്ന് വെച്ചാൽ, നമ്മൾ ശബരിമലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 പ്രധാനമായ വിഷയമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഇപ്പോഴത്തെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് മറ്റു ചിലത് വേണം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസത്തിന് അധിഷ്ഠിതമായ വികസനം, അതാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ. പക്ഷെ അതോടൊപ്പം സംരക്ഷണവും അതിപ്രധാനമാണ്. ആ സംരക്ഷണം അല്ലെങ്കിൽ വിശ്വാസത്തെ എങ്ങനെ കാത്തുരക്ഷിക്കാം, എന്ത് തരത്തിലുള്ള വികസനമാണ് നമുക്ക് ആവശ്യം, അതുപോലെ തന്നെ ഏത് തരത്തിലാണ് സംരക്ഷിക്കേണ്ടത്, ഈ 3 വ്യത്യസ്തങ്ങൾ എന്നാൽ ഒരേപോലെ ഉള്ള ഒരു മാർഗദർശനത്തിന് വേണ്ടി ഈ വരുന്ന 3 സെഷനിൽ നമ്മൾ ചർച്ചകളുണ്ടാവും. ഒരു പേപ്പർ പ്രസന്റ് ചെയ്തതിനു ശേഷം ആ വിഷയത്തെക്കുറിച്ച് ചർച്ചയുണ്ടാവും. തീർച്ചയായിട്ടും ആ ചർച്ചയിൽ അഭിപ്രായം അറിയുകയും, പക്ഷേ നമുക്കെല്ലാം അറിയാം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അര ദിവസം നമ്മൾ 3 മണി 1 മണി എന്നൊരു നിശ്ചയിച്ച ഈ ഒരു സെമിനാർ 3 മണി വരെ ആയിട്ട് നീട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അതുകൊണ്ട് തീരില്ല. തുടർന്നും വരും ദിവസങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊക്കെ ചേർന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും. അതിലെല്ലാവരും പങ്കെടുക്കണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും.
അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ ശബരിമല ഈ കഴിഞ്ഞ കുറേ കാലങ്ങളുടെ അനുഭവം നമുക്കറിയാം. വളരെ 1950 തീവപ്പ് മുതൽ ആരംഭിച്ച ഒരു വിഷയമുണ്ട്. പക്ഷേ 2018 മുതൽ ഒരു പുതിയ മുഖം വന്നിരിക്കുന്നു. അതായത് ആചാരത്തെ ലംഘിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മാവോയിസ്റ്റുകളുടെ ഭാഗത്തുനിന്നും അത്തരത്തിൽ മനീതികളുടെ ഭാഗത്തുനിന്നും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടന്നുകയറ്റം സംഭവിക്കുന്നുണ്ട്. അവിശ്വാസികൾ ശബരിമലയെ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ ഭക്തൻ സമർപ്പിച്ചതെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കടക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു മാർഗരേഖ, ആ മാർഗരേഖ നമ്മൾ ഓരോ അയ്യപ്പന്മാർക്കും വേണ്ടിയാണ്. ആ മാർഗരേഖ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. സമയം ലാഭിക്കാനായിട്ട്, കാരണം പല വിഷയങ്ങളും നമുക്ക് എടുക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയായിരിക്കും. ഇതിൻ്റെ കോപ്പി പിന്നീട് ലഭിക്കും. അതുകൊണ്ട് ആ കർത്തവ്യത്തിൽ ഞാൻ കടക്കുകയാണ്. ശബരിമല സംരക്ഷണ ദർശന രേഖ, വിഷൻ ഡോക്യുമെന്റ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ശബരിമല ഒരു ക്ഷേത്രം മാത്രമല്ല, അതൊരു ജീവിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തിയുടെ പ്രതീകമാണ്. നൂറ്റാണ്ടുകളായി ദശലക്ഷക്കണക്കിന് ഭക്തർ കഠിന അനുഷ്ഠാനങ്ങളോടും വിനയത്തോടും കൂടി ഈ പരിശുദ്ധ തീർത്ഥാടനം നടത്തിവരുന്നു. ശബരിമലയെ സംരക്ഷിക്കുന്നത് അതിന്റെ വിശുദ്ധിയും പ്രകൃതിയും ആചാരങ്ങളും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്നതും ഇന്നത്തെ ഭക്തർക്കും വരും തലമുറകൾക്കും സുരക്ഷിതവും ഭക്തിനിർഭരവുമായ തീർത്ഥാടന അനുഭവം ഉറപ്പിക്കുന്നതുമാണ്. ഈ ദർശനരേഖ ശബരിമല സംരക്ഷണത്തിന്റെ പ്രധാന മേഖലകൾ വിശദീകരിക്കുന്നു. ഒന്ന്, പ്രകൃതിയും പരിസ്ഥിതിയും. പൂങ്കാവനം, വിശുദ്ധമായ പൂങ്കാവനം, അതാണ് ഒന്ന്. വിശുദ്ധമായ പൂങ്കാവനം, അതിന്റെ ജൈവ വൈവിധ്യം, വനനശീകരണം, മലിനീകരണം, ചൂഷണം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുക. പരിസ്ഥിതി സൗഹൃദം, മാലിന്യ സംസ്കരണം, പ്ലാസ്റ്റിക് നിരോധനം, ശുചിത്വം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതുവഴി ശബരിമല തീർത്ഥാടനം പരിസ്ഥിതി സൗഹൃദമാക്കുക. പമ്പ സംരക്ഷണം, പമ്പയെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സർക്കാർ, ദേവസ്വം ബോർഡ്, ഭക്തജനങ്ങൾ എന്നിവർ ഒരുമിച്ച് മുന്നോട്ട് വരേണ്ടത് അനിവാര്യമാണ്. ഏറ്റവും പ്രധാനമായി പ്ലാസ്റ്റിക് നിരോധനം കർശനമായി നടപ്പാക്കി ഭക്തർ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ തിരികെ കൊണ്ടുപോകുന്ന രീതിയിൽ ബ്രിങ് ബാക്ക് വേസ്റ്റ്, അത് ഭക്തജനങ്ങളെ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമുക്കും ഇതിലെല്ലാം പങ്കുണ്ട്. ഒരു കാരണവശാലും ശബരിമലയെ മലിനീകരണപ്പെടുത്താൻ പാടില്ല. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഇവിടെ എത്തിച്ചാൽ അത് തിരികെ കൊണ്ടുപോകുന്ന ബ്രിങ് ബാക്ക് വേസ്റ്റ് എന്നൊരു മുദ്രാവാക്യം നമ്മൾ ഉയർത്തിക്കൊണ്ട് തിരികെ കൊണ്ടുവരണം. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ആ പദ്ധതി നടപ്പാക്കണം. പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിൽ വേർതിരിച്ച മാലിന്യ ശേഖരണം, റീസൈക്ലിംഗ് പ്ലാന്റുകൾ, അതുപോലെ തന്നെ കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കണം. ജൈവ സൗഹൃദമായ ശൗചാലയങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് ശൗചാലയങ്ങളിൽ നിന്നുള്ള എല്ലാ മലിനജലങ്ങളും പമ്പയിലാണ് എത്തുന്നത്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നമ്മളുടെ പരിശുദ്ധമായ പമ്പയെ മലിനീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ജൈവ സൗഹൃദ ശൗചാലയങ്ങളായിരിക്കണം ശബരിമല സ്ഥാപിക്കുന്നതെന്നാണ്. അങ്ങനെ സ്ഥാപിച്ച് മലിനജലം നേരിട്ട് പമ്പയിൽ പോകാതിരിക്കാനുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ നിർമ്മിക്കണം. ശുദ്ധമായ പമ്പ, ശുദ്ധമായ ദർശനം, ഇതായിരിക്കണം നമ്മുടെ മോട്ടോ, ഇതായിരിക്കണം നമ്മുടെ വേദവാക്യം. ഈ ഒരു സന്ദേശം എല്ലാ ഭക്തരിലേക്കും എത്തിക്കണം. ശുദ്ധമായ പമ്പ, ശുദ്ധമായ ദർശനം. പമ്പയെ സംരക്ഷിക്കുന്നത് അയ്യപ്പ ധർമ്മത്തിന്റെ ഭാഗമാണ് എന്നെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ ധർമ്മമാണത്. രണ്ടാമത്തെ വിഷയം ക്ഷേത്രവും ആചാരങ്ങളും പാരമ്പര്യവും. ക്ഷേത്രവിശുദ്ധി, ശബരിമല ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയും പാരമ്പര്യവും ആത്മീയ അന്തരീക്ഷവും സംരക്ഷിക്കുക. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീർത്ഥാടനത്തിന്റെ ആത്മാവായ പ്രാചീന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിപാലിക്കുക. സാംസ്കാരിക പൈതൃകം, ശബരിമലയുടെ ആത്മീയ സാംസ്കാരിക പൈതൃകം വരും തലമുറകളിലേക്ക് കൈമാറുക. പരമ്പരാഗത അവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ശബരിമല ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിലെ ചരിത്രപരമായി പങ്കാളികളായിരുന്നവരുടെ സ്ഥാനം നമുക്കറിയാം. അങ്ങനെയുള്ള അവകാശങ്ങളും സ്ഥാനങ്ങളും പുനഃസ്ഥാപിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. 3, തീർത്ഥാടന അനുഭവം. തീർത്ഥാടന പാതകൾ, ഒന്ന്, അതിൽ പരമ്പരാഗത കാനനപാത ഉൾപ്പെടെ എല്ലാ പാതകളും സംരക്ഷിക്കുകയും വിശ്രമ കേന്ദ്രങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുകയും ചെയ്യുക. അടുത്തത് ഭക്തർക്കുള്ള സൗകര്യങ്ങൾ, കുടിവെള്ളം, ശുചിത്വമായ ഭക്ഷണം, മതിയായ പാർപ്പിടം, ശുചിത്വം, ഗതാഗതം എന്നിവ ഉറപ്പാക്കുക. മെഡിക്കൽ സഹായം, അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങൾ, ഓക്സിജൻ സൗകര്യങ്ങൾ, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, നിലയ്ക്കൽ, പമ്പ, അപ്പാച്ചിമേട്, സന്നിധാനം എന്നിവരുടെ ആശുപത്രി ഒരുക്കുക. ഇത് പറയുമ്പം ഒരു കാര്യം പറയാതെ വയ്യ. 4 മാസത്തിന് മുമ്പ് ശബരിമല ദർശനത്തിനെത്തിയ ഒരു അമ്മ തെലങ്കാനയിൽ നിന്ന് വന്നാണ്. ആ അമ്മ ദർശനം കഴിഞ്ഞ് മടങ്ങി പമ്പയിൽ എത്താറായപ്പോൾ ദാഹജലത്തിന് വേണ്ടി അവിടെ ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ കയോസ്കുകളിൽ കൈവച്ചു ഷോക്കടിച്ച് വീണ് മരിച്ചു. നിങ്ങളൊക്കെ വായിച്ചു കാണും. ഇന്ന് അമ്മ പല പ്രാവശ്യം ഈ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടു അതിനൊരു ധനസഹായം നൽകാനായിട്ട്.
വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട അമ്മ അവിടെ നമ്മുടെ പ്രവർത്തകരുടെയും ഈ തെലങ്കാനയിലുള്ള പഞ്ചായത്തിന്റെയും സഹായത്തോടെ ജീവിക്കുകയാണ്. അതാണ് അവസ്ഥ. ഇതിന് മാറ്റം വരണം. മെഡിക്കൽ സഹായം, അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങൾ, ഓക്സിജൻ സൗകര്യങ്ങൾ, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, നിലയ്ക്കൽ, പമ്പ, അപ്പാച്ചിമേട്, സന്നിധാനം എന്നിവിടങ്ങളിലെ ആശുപത്രിയിൽ ഒന്ന് ഒരുക്കണം. ദർശന അനുഭവം, ദർശനത്തിനുള്ള ക്യൂ സമയം കുറയ്ക്കുന്നതിനായി സംവിധാനങ്ങൾ നടപ്പാക്കുക. ഇതിനെക്കുറിച്ചൊക്കെ വരുന്ന മാർഗരേഖകൾ ഉണ്ടാവും. നമ്മുടെ വികസന രേഖയിലൊക്കെ അതിന് വളരെ എല്ലാം സ്പർശിച്ചാണ് പോകുന്നത്. ഭക്തർക്ക് സുരക്ഷിതവും ആയാസരഹിതവുമായ ആത്മീയ അന്തരീക്ഷം നിലനിർത്തുന്നതിനായി ദർശനം ഉറപ്പാക്കുക. 4, വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും. ശബരിമല മാസ്റ്റർ പ്ലാൻ ശാസ്ത്രീയവും പരിസ്ഥിതി സൗഹൃദവുമായ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന എന്നാൽ ശബരിമലയുടെ ആചാര പാരമ്പര്യങ്ങളോട് പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന സമഗ്രമായ വികസന പദ്ധതി രൂപീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുക. അടിസ്ഥാന സൗകര്യങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, ഗതാഗത കേന്ദ്രങ്ങൾ, തിരക്ക് നിയന്ത്രണ സംവിധാനങ്ങൾ തുടങ്ങിയ വികസിപ്പിച്ച് സുരക്ഷിതവും സൗകര്യപ്രദമായ തീർത്ഥാടനം ഉറപ്പാക്കുക. സമതുലിതമായ വളർച്ച, എല്ലാ വികസനവും തീർത്ഥാടന അനുഭവത്തെ മെച്ചപ്പെടുത്തുന്നതാകണം. വളരെ പ്രധാനപ്പെട്ടാണ്. ഏത് വികസനവും തീർത്ഥാടനത്തെ മെച്ചപ്പെടുത്തുന്നതാകണം. ശബരിമലയുടെ ആത്മീയ സ്വഭാവം കുറയ്ക്കാനും പാടില്ല. 5, സംരക്ഷണവും സുരക്ഷയും. ഭക്തരുടെ സുരക്ഷ, തിരക്ക് നിയന്ത്രണം, ദുരന്ത മുന്നൊരുക്കം, അതുപോലെ അടിയന്തര പ്രതികരണം, വൈദ്യസഹായം എന്നിവ ഉറപ്പാക്കുക. ക്ഷേത്ര സുരക്ഷ, അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് അതിന്റെ നിധികളും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളും കോടതിയും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു. അവിടെ നടന്ന 4.8 കിലോഗ്രാം സ്വർണ്ണ കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. 2019 535 കിലോഗ്രാം സ്വർണ്ണമാണ് ദേവസ്വം ബോർഡിന്റെ കൈവശമുണ്ടെന്ന് കോടതിയിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് 2023. ഇന്ന് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ അറിയാം യഥാർത്ഥ സ്ഥിതി. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല സമയക്കുറവ് മൂലം. അത്തരത്തിൽ അതിന്റെ നിധികളും ഏത് തരത്തിലുള്ള ലംഘനങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നും കവർച്ചകളിൽ നിന്നും സംരക്ഷിക്കുന്നതിന്, സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. പിന്നെ ബാഹ്യമായ ഇടപെടലുകൾ ഒഴിവാക്കൽ, അവിശ്വാസികളിൽ നിന്നും അതുപോലെ ശബരിമലയുടെ ആചാര പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധരായവരുടെ സ്വാധീനത്തിൽ നിന്നും ശബരിമലയെ മോചിപ്പിക്കുക. ശബരിമലയുടെ പരമ്പരാഗത ആചാരങ്ങളിൽ നിയമപരമായോ നൈതികമായോ അവകാശമില്ലാത്ത സംസ്ഥാന സർക്കാരിന്റെയും ഭരണകാര്യങ്ങളിൽ അല്ലാതെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്, ഭരണകാര്യത്തിന് മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അധികാരമുള്ളത്. പക്ഷേ ആചാരപരമായ വിഷയങ്ങൾ വരെ ഇടപെട്ട് തുടങ്ങി നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ഇടപെടലുകൾ തടയണം. ഇനിയും അവസാനമായിട്ട് അയ്യപ്പ ഭക്തന്മാരോടാണ് പറയാനുള്ളത്. ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കേണ്ടതാണ്. നമ്മൾ അയ്യപ്പന്മാർ എന്നുള്ളതിൽ നമുക്കൊരു അയ്യപ്പ ധർമ്മമുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. അയ്യപ്പസ്വാമിയുടെ ഉപദേശങ്ങളും ജീവിത സന്ദേശവും ഇന്നത്തെ സമൂഹത്തിന് വലിയ പ്രചോദനദായകമാണ്. സത്യനിഷ്ഠ, സമത്വം, സഹിഷ്ണുത, ഭക്തി എന്നീ മൂല്യങ്ങൾ മനുഷ്യരിൽ വളർത്തുകയും തത്വമസി എന്ന മഹാവാക്യം അടയാളപ്പെടുത്തുന്ന ആത്മീയ സന്ദേശം ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും മതജാതി ഭേദമന്യേ എല്ലാവരെയും അയ്യപ്പനായി കാണുന്ന സമദർശനം പ്രചരിപ്പിക്കുകയും ചെയ്യുക അയ്യപ്പധർമ്മ പ്രചരണത്തിന്റെ പ്രധാന ഘടകമാണ്. അയ്യപ്പധർമ്മത്തിന്റെ പ്രചരണം വഴി ഭക്തജനങ്ങളിൽ ആത്മീയ ജാഗ്രത വർദ്ധിപ്പിക്കുകയും ശബരിമല തീർത്ഥാടനത്തിന്റെ മഹത്വവും ശാസ്ത്രീയമായ ആചാരങ്ങളും പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതും വഴി സമൂഹത്തിൽ ശാന്തിയും സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തുന്നതും ധാർമ്മിക മൂല്യങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. അത്തരത്തിൽ ശബരിമലയിലെ ആചാരങ്ങളിൽ അധിഷ്ഠിതമായ വികസനവും ക്ഷേത്ര സംരക്ഷണവും ഓരോ ഭക്തന്റെ ആത്മീയ കടമയും സാമൂഹിക ഉത്തരവാദിത്വവും കൂടിയാണ്. അതിന്റെ വിശുദ്ധിയും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ ഭക്തിയും ഐക്യവും ഉറച്ച മനസ്സും ആവശ്യമാണ്. ഭക്തർക്കായി സുരക്ഷിതവും സമാധാനപരവും ആത്മീയമായി ഉന്നതമായ ഒരു തീർത്ഥാടനം ഉറപ്പാക്കുകയും ശബരിമലയുടെ മഹത്വം അതിന്റെ യഥാർത്ഥ ആത്മാവോടെ വരും തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു കാഴ്ചപ്പാടുകൂടി പ്രവർത്തിക്കാൻ എല്ലാ അയ്യപ്പ ഭക്തരോടും ശബരിമല കർമ്മസഭയ്ക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു അവസാന വാക്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഭക്തി മാത്രം പോരാ, ശക്തിയും വേണം. സ്വാമിയേ ശരണമയ്യപ്പോ.